പാകിസ്ഥാനിൽ ചൈനയുടെ സ്വപ്ന പദ്ധതി നടപ്പാകില്ല. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് പാകിസ്ഥാനിൽ തിരിച്ചടികൾ തുടർക്കഥയാകുന്നത്? ആരാണ് പാകിസ്ഥാനിൽ ചൈനയുടെ ശത്രു? നമസ്കാരം, ഈ നാട് മലയാളത്തിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന് സമീപം 7 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. തുറമുഖ നഗരത്തിന് കിഴക്ക് 25 കിലോമീറ്റർ അകലെയുള്ള ഒരു വീട്ടിലേക്ക് തോക്കുധാരികൾ ഇരച്ചു കയറുകയും ഉറക്കത്തിൽ തൊഴിലാളികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അഫ്ഗാനിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തിയായ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് തുറമുഖ നഗരം സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിൽ തുടർച്ചയായി ഗ്വാദർ തുറമുഖവും പരിസര പ്രദേശങ്ങളും ആക്രമിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗ്വാദർ തുറമുഖം ആക്രമിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഈ തുറമുഖം ചൈന പാകിസ്ഥാൻ ഇടനാഴിയുടെ ഭാഗമാണ്. $50 ബില്യൺ പദ്ധതിയിൽ 51 പ്രൊജക്ടുകളിലാണ് ചൈന നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിൽ 19 നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. 17% പദ്ധതികളിൽ പാകിസ്ഥാനും നിക്ഷേപിക്കുമെന്നാണ് ധാരണ. പാകിസ്ഥാനിൽ 200 പ്രോജക്റ്റുകൾക്കുള്ള നിക്ഷേപമാണ് ചൈന നടത്തിയിട്ടുള്ളത്. ഇതിൽ കറാച്ചിക്ക് സമീപത്ത് സ്ഥാപിക്കുന്ന ന്യൂക്ലിയർ പ്രോജക്റ്റിന് 6.5 ബില്യനാണ് വകയിരുത്തിയിരിക്കുന്നത്. ഊർജം, അടിസ്ഥാന വികസനം എന്നീ രംഗങ്ങളിലാണ് നിക്ഷേപങ്ങളിൽ അധികവും വരുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് കൊണ്ടുവന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ സുപ്രധാനമെന്ന് കരുതുന്ന ഒന്നാണ് ഗ്വാദർ തുറമുഖം. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇത് സ്വപ്ന പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് ചൈന ഈ പദ്ധതിയിൽ ആക്രമിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ പ്രദേശത്ത് പതിറ്റാണ്ടുകളായി വിഘടനവാദ കലാപം നിലനിൽക്കുന്നുണ്ട്. എണ്ണ, കൽക്കരി, സ്വർണം, ചെമ്പ്, വാതകശേഖരം എന്നിവയുൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണിവിടം. എങ്കിലും ഈ പ്രദേശം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. കരകയറാൻ പാകിസ്ഥാനിലെ ഭീകരർ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നതാകും ശരി. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രവിശ്യയാണിത്. ഈ പ്രവിശ്യയെ ചൂഷണം ചെയ്യുകയും വിദേശികൾക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യുമ്പോൾ മാറി മാറി വരുന്ന പാകിസ്ഥാൻ സർക്കാരുകൾ തങ്ങളുടെ ആശങ്കകൾ അവഗണിച്ചു എന്നാണ് വിഘടനവാദികളുടെ പ്രധാന ആരോപണം. പാകിസ്ഥാൻ രൂപീകൃതമായതു മുതൽ ഈ പ്രവിശ്യ നിരവധി കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ തുറമുഖം യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാന്റെ കയറ്റുമതിയിൽ വൻ കുതിപ്പുണ്ടാകും. അതായത് പ്രധാനമായും ടെക്സ്റ്റൈൽസ്, നിർമ്മാണ സാമഗ്രി വ്യവസായം എന്നിവയിൽ മുന്നേറ്റമുണ്ടാകും. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിലും വികസനമുണ്ടാകും. കൂടാതെ ചൈനയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത എളുപ്പമാകുന്നതോടെ ഈ മേഖലകളിൽ പ്രാദേശിക വിപണിയിൽ മുന്നിൽ നിൽക്കാനും പാകിസ്ഥാന് സാധിക്കും. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന് അതൊരു ആശ്വാസമാകും. പ്രത്യേകിച്ച് ഇന്ത്യ പാക് വ്യാപാര കരാർ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ. പാകിസ്ഥാൻ തന്നെ പോറ്റി വളർത്തിയ ഭീകരവാദികളാണ് ഇപ്പോൾ ചൈനയെ പാകിസ്ഥാനിൽ നിന്ന് തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നത്. പാകിസ്ഥാനിൽ ചൈനയ്ക്ക് നേരിടേണ്ടി വരുന്ന നിരന്തര ആക്രമണം കാരണം ചൈന പാക് ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിത്താഴുന്ന പാകിസ്ഥാന് ഇനി എന്ത് എന്ന ചോദ്യം മുന്നിലുണ്ട്. പാകിസ്ഥാനിൽ 1 ലിറ്റർ പാലിന് 210 രൂപയാണ്. ഏറ്റവും ഒടുവിലായി കേട്ടത് സാമ്പത്തിക പ്രതിസന്ധി കാരണം പാകിസ്ഥാൻ കഞ്ചാവ് കൃഷിയിലേക്ക് തിരിയുന്നു എന്നാണ്. പാകിസ്ഥാനിലെ അവസ്ഥ കേട്ടാൽ ഒരു രാജ്യം ഇത്രയേറെ അധംപതിക്കുമോ എന്ന് തോന്നിപ്പോകും. പക്ഷെ പാകിസ്ഥാന്റെ ചെയ്തികൾക്കുള്ള വിലയാണ് ഇപ്പോൾ രാജ്യം കൊടുക്കേണ്ടി വരുന്നത്. ചൈന കൂടി പാകിസ്ഥാനെ കൈവിട്ടാൽ എന്താകും പാകിസ്ഥാന്റെ അവസ്ഥ എന്നൊരു ചോദ്യം ഇപ്പോൾ പാകിസ്ഥാന്റെ മുന്നിലുമുണ്ട്. ഭീകരവാദം പൂർണ്ണമായും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാതെ പാകിസ്ഥാന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നതല്ല. അതൊരു വസ്തുതയാണ്. ഇനി പാകിസ്ഥാൻ എന്താണ് കാണിക്കാൻ പോകുന്നതെന്നാണ് ലോകവും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈ നാട് മലയാളം.